ഹായ് പ്രിയപ്പെട്ട പഠിതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് MCO 15 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവലോകനം ചെയ്തത്. ഇതിൻ്റെ PDF ഫയലുകളൊക്കെ ധാരാളം സ്റ്റുഡൻസ് വാങ്ങിയിട്ടുണ്ട്. വാട്സപ്പ് വഴി അവർ ജസ്റ്റ് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇവിടുന്ന് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓൾറെഡി നമ്മൾ 3 ക്വസ്റ്റ്യൻ കവർ ചെയ്തിട്ടുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ബാക്കിയുള്ള മുഴുവൻ ക്വസ്റ്റ്യനുകളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളാണ് ഇതിൽ എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യൻ 4, മേജർ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ്. അല്ലേ, അഥവാ ഫോറിൻ ട്രേഡ്, ഇന്ത്യയിലുള്ള ഫോറിൻ ട്രേഡ് ചലഞ്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട പ്രോബ്ലം ചലഞ്ചസുകളും. അപ്പോൾ ഡിസ്ക്രൈബ് ദ മേജർ പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യാസ് ഫോറിൻ ട്രേഡ് ആൻഡ് ഗിവ് യുവർ സജഷൻസ് ഫേസ് ദം. അഥവാ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. പിന്നെ ഒരു കൺക്ലൂഷൻ ആയിട്ട് നമ്മുടെ സജഷൻ എന്തൊക്കെയാണെന്നുള്ളത് കൊടുക്കണം. ടോട്ടൽ 450 വേർഡ് ഇതിൽ വേണം. 20 മാർക്കാണ്. ലാസ്റ്റ് അപ്പിയേർഡ് 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. 23 ഡിസംബറിൽ 24 ഡിസംബറിലൊക്കെ ഈ എക്സാം ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ് എന്ത് ചെയ്യുന്നത്, ഇത് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരം നോക്കൂ, ആൻസറുകൾ നോക്കൂ. പ്രോബ്ലംസ് ആൻഡ് ചലഞ്ചസ് ഓഫ് ഇന്ത്യ ഫോറിൻ ട്രേഡ് എന്നുള്ള സൈഡ് ഹെഡിങ് നമ്മൾ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു ഭാഗം നമ്മൾ എഴുതി കൊടുക്കുക. നിങ്ങളുടെ ഐഡിയ പോലെ നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, കൊടുത്തു കഴിഞ്ഞാൽ മതി. എന്നിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ഇവിടെ 9 പ്രശ്നങ്ങൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്, ഹൈ താരിഫ്. പിന്നെ താരിഫ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റില്ലേ. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ നമുക്ക് എന്താണ് ഇതിന് കൊടുക്കാനുള്ള ഒരു സജഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട സജഷൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ദെൻ താഴെ ഭാഗത്തിൽ കൺക്ലൂഷനും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, എന്താണ് കോമ്പോസിഷൻ, ഡയറക്ഷൻ, ത്രസ്റ്റ് ഏരിയാസ് ഓഫ് ഫോറിൻ ട്രേഡ്. ഈ ഭാഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് 5ാമത്തെ ക്വസ്റ്റ്യനിൽ വിശദീകരിക്കാനുള്ളത്. ഓക്കെ, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ചോദിച്ചിട്ടുണ്ട്. 2024 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 ആണ്. എന്താണ് നോക്കുക, അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും. ഓക്കെ, നമുക്കൊന്ന് ChatGPT തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടന, അതാണ് കോമ്പോസിഷൻ അല്ലേ. നമ്മുടെ ഇന്ത്യയിലെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടന എങ്ങനെയാണെന്നുള്ളത്. ദിശ അഥവാ ഡയറക്ഷൻ. മുൻഗണനാ മേഖലകൾ, ഏതൊക്കെ മേഖലകളിലാണ് മുൻഗണന കൊടുക്കുന്നത്, അതാണ് ത്രസ്റ്റ് ഏരിയാസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിനും തന്നെ 2 ഭാഗങ്ങളാണുള്ളത്. ഈ ചോദ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. എവിടേക്കാണ്, കോമ്പോസിഷൻ ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ളത് എന്താണ്, ത്രസ്റ്റ് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലേ. കോമ്പോസിഷൻ ഓഫ് ഫോറിൻ ട്രേഡ്, കോമ്പോസിഷൻ എന്നത് ഇന്ത്യ എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു എന്നതാണ്. അതാ കോമ്പോസിഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്തൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ, ആ കാര്യങ്ങളാണ്. അതിൽ എ ഭാഗം നോക്കൂ. ഇന്ത്യയുടെ പ്രധാന ഇമ്പോർട്ട്സ് എന്തൊക്കെയാണ്, ഇന്ത്യ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നത് അല്ലേ. എക്സ്പോർട്ട് അല്ല, ഇമ്പോർട്ട്. ഇന്ത്യ പ്രധാനമായും താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഏതൊക്കെയാണ്, ഒന്ന് ക്രൂഡ് ഓയിൽ അല്ലേ, പെട്രോളിയം ആൻഡ് ക്രൂഡ് ഓയിൽ. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട് ഐറ്റമാണ് ഏത്, പെട്രോളിയം ക്രൂഡ് ഓയിലും. എന്ത് ചെയ്യുക, പറയാം നമുക്കിപ്പോൾ ഈ ഒരു ക്രൈസിസ്, യുദ്ധത്തിൻ്റെ ക്രൈസിസ് ഒക്കെ ഉണ്ടായ സമയത്ത് ഗ്യാസിനാണെന്നുണ്ടെങ്കിലും അതേപോലെ പെട്രോളിനൊക്കെ ഇപ്പോൾ വിലകൾ കൂടി അല്ലേ. അപ്പോൾ നമ്മളെ റിസർവിൽ ഉണ്ടായത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിലേറെ വില എന്തെങ്കിലും കൂടിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി പെട്രോളിയംസ് ഒക്കെ നമ്മളെ റിസർവിൽ ഉണ്ടായത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് കിട്ടി. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു വേൾഡ് വാർ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര വിലയിൽ മാറ്റം എന്ത് ചെയ്യും, ഈ ഒരു ക്രൂഡ് ഓയിൽ പെട്രോളിയം ഭാഗത്തൊക്കെ നമുക്ക് എമൗണ്ട് കൂടും അല്ലേ. ആഭ്യന്തര ഉൽപ്പാദനം കുറവായതിനാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലേ. പെട്രോളിയം ക്രൂഡ് ഓയിലൊക്കെ നമ്മുടെ രാജ്യത്ത് വളരെ കുറഞ്ഞത് മാത്രം ചില സ്ഥലങ്ങളിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം കുറവായതിനാൽ വിദേശ രാജ്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. 2ാമത്തെ എന്തൊക്കെയാണ്, ഗോൾഡ് നമുക്ക് മൈനിങ് ഇല്ല. ഗോൾഡ് മൈനിങ് നമ്മുടെ രാജ്യത്ത് കുറവാണ്. അതും കൂടുതലായിട്ട് നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത് അല്ലേ. ആഭരണ വ്യവസായത്തിനും ആഭ്യന്തര ആവശ്യത്തിനും അതുമായിട്ടുള്ള ഗോൾഡ്, അഥവാ ഗോൾഡിൽ തന്നെ അതിൻ്റെ മെഷീനറി കാര്യങ്ങൾ, മൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒക്കെ കുറവ് നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മെഷീനറീസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ധാരാളമായിട്ട് ഇലക്ട്രിക്കൽ ആയ നോൺ ഇലക്ട്രിക്കൽ മെഷീനറി ആയാലും നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ് അല്ലേ, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക് ഗുഡ്സുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ഡിവൈസുകൾ, ഗാഡ്ജറ്റ്സുകൾ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ പാർട്സ്, ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ഇതിലൂടെ ഇന്ത്യ എനർജിക്കും ക്യാപിറ്റൽ ഗുഡ്സിനും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. ഇനി നോക്കൂ,
ഇന്ത്യയുടെ പ്രധാന എക്സ്പോർട്ടുകൾ ഇന്ത്യയിൽ നിന്ന് എന്തൊക്കെയാണ് അങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കൂ. ഡയറക്റ്റ് നമ്മൾ പറഞ്ഞില്ലേ ഈ ക്വസ്റ്റ്യൻ 2 ഭാഗം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യയുടെ പ്രധാന എക്സ്പോർട്ടുകൾ ഏതൊക്കെയാണ്? ഇന്ത്യ പ്രധാനമായും എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എഞ്ചിനീയറിംഗ് ഗുഡ്സ്, പെട്രോളിയം പ്രോഡക്ട്സ്, ജെംസ് ആൻഡ് ജ്വല്ലറീസ്, റെഡിമെയ്ഡ് ഗാർമെന്റ്സ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ഇങ്ങനെ പ്രധാനപ്പെട്ട ഡ്രഗ്സ്, റൈസ്, ഓർഗാനിക് കെമിക്കൽസ്, ഇങ്ങനെയുള്ള ധാരാളം ഇവയാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട എക്സ്പോർട്ട് ഏണിങ്സിന്റെ പ്രധാന ഉറവിടങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് എക്സ്പോർട്ട് ഏണിങ്സിന്റെ പ്രധാന ഉറവിടങ്ങൾ ഇവയാണ്. ഇനി നോക്കൂ, അതേപോലെ സർവീസ് ട്രേഡ് വർദ്ധിക്കുന്നു. ഇന്ത്യയുടെ സർവീസ് എക്സ്പോർട്ട് വർഷം തോറും വർദ്ധിച്ചു വരികയാണ്. പ്രധാന മേഖല IT-യിലും സോഫ്റ്റ്വെയറിലും ബാങ്കിങ്ങിലും ടൂറിസത്തിലൊക്കെ കൺസൾട്ടൻസിയിലൊക്കെ എന്ത് ചെയ്യാണ് ധാരാളം സർവീസ് ട്രേഡ് വർദ്ധിക്കും. ഇതിലൂടെ സർവീസ് എക്സ്പോർട്ട് വർഷം തോറും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വർദ്ധിച്ചു വരുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ കേട്ടോ. എക്സ്പോർട്ട് സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ഇന്ത്യയിലൂടെ ട്രേഡ് ഡെഫിസിറ്റ് ഒരു പരിധി വരെ നികത്താൻ സഹായിക്കുന്നുണ്ട്. ഇനി നോക്കൂ, ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് രണ്ടാമത്തെ പാർട്ടാണ് ഇതിൽ. എന്താണ് ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്നുള്ളത്? അഥവാ ഡയറക്ഷൻ എന്നത് ഇന്ത്യ ഏതെല്ലാം രാജ്യങ്ങളുമായും പ്രദേശങ്ങളുമായും കൂടുതൽ വ്യാപാരം നടത്തുന്നു എന്നതാണ് ഡയറക്ഷൻ ഓഫ് ഫോറിൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ. പ്രധാനമായും ഇന്ത്യ വ്യാപാരം നടത്തുന്ന ആരുമായിട്ടാണ്? USA, ചൈന, UAE, യൂറോപ്പ്, ഏഷ്യൻ കൺട്രീസുമായിട്ടാണ്. ഇവയിൽ USA ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായിട്ട് മാറിയിട്ടുണ്ട്. USA പ്രധാനപ്പെട്ടും ഇന്ത്യയിൽ നിന്നാണ് USA സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ നിന്നാണ് USA ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ട്രേഡിംഗ് പാർട്ണറായി മാറിയിട്ടുണ്ട്. അവിടുത്തുള്ള സാധാരണ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അവിടെ പ്രൊഡക്ട്സുകളായാലും സർവീസുകളായാലും ഒക്കെ USA ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിലവിൽ ജീവിക്കുന്നത്. ഏഷ്യയും യൂറോപ്പും ഇന്ത്യയുടെ പ്രധാന വ്യാപാര മേഖലകളാണ്. കൂടാതെ നോക്കൂ, ഇനി മൂന്നാമത്തെ പാർട്ടിലെ ട്രസ്റ്റ് ഏരിയാസ് അല്ലേ, ഭാവിയിലെ മുൻഗണനാ മേഖലകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഇന്ത്യയുടെ വിദേശ വ്യാപാര നയത്തിൽ ഭാവിയിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ്? അതാണ് ട്രസ്റ്റ് ഏരിയാസ്, ഭാവിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ. ഒന്ന് എന്തൊക്കെയാണ്? താരിഫ് വർധനവ് കുറയ്ക്കുക അല്ലേ. രണ്ടാമത്തെ നോക്കൂ, കോട്ടകൾക്ക് പകരം എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിക്കുക. മൂന്നാമത്തതോ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ മാൻഡേറ്ററി ഫിസിക്കൽ പോളിസി. ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഗ്ലോബൽ വാല്യൂ ചെയിൻസ് പറയുന്നുണ്ട്. ഡിസ്ട്രിക്ട് എക്സ്പോർട്ട് ഹബ്ബ് വികസിപ്പിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാവിയിലേക്കുള്ള കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ച് നമുക്ക് ആ ഭാഗത്ത് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി ഇവിടെ ഒരു കൺക്ലൂഷൻ ഉണ്ട്, ഇതുമാടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം അഞ്ചാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ. എന്താണ് ഇഷ്യൂ ഇൻ വേൾഡ് ട്രേഡ് അല്ലേ? വേൾഡ് ട്രേഡിലുള്ള ഇഷ്യൂകൾ എന്താണ്? പോളിസി എന്തൊക്കെയാണ് റെക്കോർഡ് ആയിട്ടുള്ളത്? അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? 2 ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. 10, 10, 250 + 250. ലാസ്റ്റ് അപ്പേഡ് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ആണ്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോവിഡിനെ പറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ, എന്തൊക്കെയാണ് ഇഷ്യൂസുകളാണ് വേൾഡ് ട്രേഡിലുള്ളത്? വേൾഡ് ട്രേഡ് നടക്കുന്ന സമയത്ത് യുദ്ധങ്ങൾ, കോവിഡ്, ഇങ്ങനെയുള്ള വാറുകളൊക്കെ ഭയങ്കര പ്രശ്നം നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്തുള്ള കാര്യങ്ങൾ ഇനി അത് സോൾവ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള പോളിസി എന്തൊക്കെയാണ് റെക്കോർഡ് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എക്സ്പോർട്ട് പ്രൊമോഷനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വേരിയസ് എക്സ്പോർട്ട് പ്രൊമോഷൻ മെഷേഴ്സ് അല്ലേ. ഇത് അളക്കാനുള്ള പ്രധാനപ്പെട്ട യൂണിറ്റുകൾ ഏതാണ്? മെഷർമെന്റ് ചെയ്യാനുള്ള ഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അത് ഏകദേശം നമുക്ക് ഇവിടെ 2025 ഡിസംബറിൽ ചോദിച്ചിട്ടുണ്ട്, ജൂണിൽ ചോദിച്ചിട്ടുണ്ട്, 2024 ജൂണിലും ചോദിച്ചിട്ടുണ്ട് അല്ലേ. ബ്ലോക്ക് 2 6ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, അഗ്രികൾച്ചർ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ബുക്കിൻ്റെ ഭാഗത്ത് അതിനുള്ള സ്ട്രെങ്ത്തുകൾ, വീക്ക്നെസ്, WTO-യുമായി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. അഗ്രികൾച്ചറിൻ്റെ ഭാഗത്ത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിനുള്ള ഓവറോൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ള ഒരു ആൻസർ ഈ ഒരു രൂപത്തിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ 9ാമത്തത് അല്ലേ, അഗ്രികൾച്ചർ ഏതെങ്കിലും ഒരു ഫീൽഡ് എന്ത് ചെയ്യും, എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. 9ാമത്തത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 9ാമത്തത് ചോദിച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, 10ാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ട് ജെംസ് ആൻഡ് ജ്വല്ലറി, ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്യില്ല, ഏതെങ്കിലും ഒന്ന് എന്തായാലും ഒരു 20 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതിൽ ജെംസോ ഇൻഡസ്ട്രിയിൽ നിന്നോ ടെക്സ്റ്റൈൽസുമായി ബന്ധപ്പെട്ടുള്ളത് ഏതെങ്കിലും ഒരു ഫീൽഡിൽ നിന്ന് ചോദ്യം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? അത്
അത് മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. അതേപോലെ ട്രേഡിംഗ് സർവീസസ്, എക്സ്പോർട്സ്, സ്ട്രെങ്ത് ആൻഡ് WTO, സർവീസുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പം എന്താണ് സർവീസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. സർവീസ് ഈസ് ആൻ ആക്ടിവിറ്റി ഓർ ബെനിഫിറ്റ് ദാറ്റ് വൺ പാർട്ടി ക്യാൻ ഓഫർ ടു അനദർ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ എന്താണ് സർവീസ് എന്നുള്ളത് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള WTOൻ്റെ റോൾ എങ്ങനെയാണ് ഇതിലുമായിട്ട് ഇൻവോൾവ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഇന്ത്യ USA ട്രേഡ് പ്രോസ്പെക്ട്സുകൾ എന്തൊക്കെയാണ്? ഇന്ത്യയും അമേരിക്കയും USA തമ്മിൽ ട്രേഡ് ചെയ്യുമ്പോഴുള്ള കുറച്ച് പ്രോസ്പെക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ള അതിൻ്റെ ഒരു ഷോർട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഓക്കെ, ദെൻ താഴെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏഷ്യനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇവല്യൂഷൻ ഇന്ത്യസ് ട്രേഡ്, ഇവിടെ ഉള്ള പ്രധാനപ്പെട്ടതാണ് SAARC എന്നുള്ളത് അല്ലേ. എന്താന്നുള്ളതൊക്കെ ഇതിൽ കറക്റ്റ് ഇത് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ PDF വേണ്ടവർ ജസ്റ്റ് മെസ്സേജ് വിടുക. ഞാൻ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിൻ്റെ ഈ ഒരു PDF നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലാസ്, ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സബ്ജക്റ്റ് ഇതുപോലെ തന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ഇടുക. പുതിയൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.